സൈഡ് ഡോർ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇതേ ഷേപ്പിലുള്ള ഒരു കുപ്പിയാണ്. എന്നാലേ നമുക്ക് ആ ഒരു ഫീമെയിൽ സ്ട്രക്ചർ കിട്ടുകയുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ്നർ വെച്ചിട്ട് ഇതേപോലെ ഫേസും നെക്കും ഔട്ട്ലൈനായിട്ട് വരയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു ഔട്ട്ലൈനാണ് കേട്ടോ, റഫായിട്ട് വരയ്ക്കുകയാണ് നമ്മൾ. പിന്നീട് അതൊരു ബ്ലാക്ക് കളർ കൊണ്ട് വീണ്ടും നമ്മളൊരു ഔട്ട്ലൈൻ വരയ്ക്കും. ഇനി നമ്മൾ സ്കിന്നിൻ്റെ കളറ് നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ സ്കിന്നിൻ്റെ കളറിന് വൈറ്റ് കളറും, കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വൈറ്റ് കളർ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓറഞ്ച് കളറും, വളരെ കുറച്ച് ഓറഞ്ച് കളറും പിന്നെ പിങ്ക് കളറും കൂടി നന്നായി മിക്സ് ചെയ്താൽ നമുക്കൊരു ഏകദേശം ഒരു സ്കിന്നിൻ്റെ കളർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റിൽ ബ്രൗൺ കളറും ആഡ് ചെയ്യാം കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റിയിൽ ബ്രൗൺ കളറും ആഡ് ചെയ്താൽ നമുക്കൊരു സ്കിൻ കളർ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പഞ്ച് വെച്ചിട്ട് അത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സ്പഞ്ച് വെച്ച് ടാപ്പ് ചെയ്യുമ്പോൾ എന്താ മെച്ചമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ഈവനായിട്ട് കിട്ടും ആ കളറ്. അല്ലെങ്കിൽ ബ്രഷിൻ്റെ ഒരു പാടൊക്കെ അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മൾ പ്യുവർ വൈറ്റ് കളർ, അക്രിലിക്കിൻ്റെ പെയിൻ്റാണ് കേട്ടോ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്യുവർ വൈറ്റ് കളർ എടുത്ത് നമ്മൾ ആ സ്കേർട്ടിൻ്റെ പോർഷനും ബാക്കി നമ്മൾ സ്കിന്നൊഴികെയുള്ള ബാക്കി ബോട്ടിലിൻ്റെ ആ ഒരു പോർഷനിലൊക്കെ നമ്മൾ വൈറ്റ് കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ഉണ്ട്. നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഔട്ട്ലൈൻ ബ്ലാക്ക് കളർ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഔട്ട്ലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറാണ് എടുത്തിട്ടുള്ളത്, പെർമനൻറ്റ് മാർക്കർ ബ്ലാക്ക് കളറ്. എന്നിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ആ ടോപ്പിൻ്റെ മുകളിൽ നമ്മൾ 2 ലെയർ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു സ്റ്റോൺ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഐബ്രോസും ഐസൊക്കെ നന്നായിട്ട് വരച്ചു കൊടുക്കുക. എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട് ബ്രൈഡിൻ്റെ. ഇനി നമുക്ക് ഹെയർ ഒന്ന് ജസ്റ്റ് ഒരു ഹെയർ പിന്ന് പോലെ അവിടെ സ്റ്റോൺ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 3 സ്റ്റോൺ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഹെയർ പിന്ന് പോലെ
ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇയർ റിങ്സ് വേണം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഓരോ സ്റ്റോൺ വീതം ഓരോ ഇയറിലും നമ്മളത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോണ് വർക്ക് ചെയ്യാം. എൻ്റെ അടുത്ത് റെഡും ഗോൾഡൻ കളർ സ്റ്റോണാണ് ഉണ്ടായിരുന്നത്, പക്ഷേ എനിക്കത് അതൊരു മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവർ സ്റ്റോണുകൾ. ഈ സ്കേർട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക, എന്നിട്ട് ബാക്കിലുള്ള കമ്പി നമ്മൾ പുറകിലേക്ക് വെച്ച് പിരിച്ച് കെട്ടുക കേട്ടോ. ഇതേപോലെ ഹെഡ്. ഇനി താഴത്തെ വശത്തെ ആ 2 സൈഡിൽ നിന്ന് നിൽക്കുന്ന ആ കമ്പി നമ്മൾ ആ ബോട്ടിൻ്റെ പിൻവശത്ത് വെച്ച് ജോയിൻറ്റ് ചെയ്യണം. എക്സ്ട്രാ കമ്പി ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്കേർട്ടിൻ്റെ ടോപ്പിലായിട്ട് ഒരു ലേസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് ടൈ ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതേപോലെ ഹെഡിൻ്റെ പോർഷനിലുള്ള ആ ക്ലോത്ത് പിരിച്ച് വെച്ച് ബാക്കി ഉള്ള കമ്പി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഹെഡിൽ വരുന്ന ക്ലോത്ത് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ പാറി നിൽക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്റ്റോൺ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളൊരു കാര്യം മറന്നുപോയി, നമ്മുടെ ബ്രൈഡിന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. പതിയെ പിങ്ക് കളർ എടുത്ത് സ്പ്രെഡ് ആവാതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയർ വേണമെങ്കിൽ എങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബ്രൈഡ് ഏകദേശം റെഡി ആയി തുടങ്ങി. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വശത്ത് പെയിൻ്റ് എത്താത്തതുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു ക്രൗണിൻ്റെ ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് സ്റ്റോണ് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് വേണം, എന്നാലേ എനിക്ക് പുതിയ ഐഡിയാസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക്